നമ്മുടെ അക്കൗണ്ടിൽ 1 കോടി രൂപ പലരുടെയും ആഗ്രഹം അതായിരിക്കും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വലിയൊരു നമ്പർ കാണാന്നൊക്കെ ഉള്ളത്. നോർമലി നമ്മുടെ മിഡിൽ ക്ലാസ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു വലിയൊരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ്. പക്ഷെ നമ്മുടെ ഫിനാൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ സുഖസുന്ദരമായിട്ട് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരാൾ 15 വർഷം ഒരു 15,000 രൂപ വെച്ച് മ്യൂച്വൽ ഫണ്ടിൽ, അതായത് ഏകദേശം ഒരു 16% റിട്ടേൺ ഒക്കെ നൽകുന്ന നല്ലൊരു ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 15 വർഷം കൊണ്ട് തന്നെ ഈ 1 കോടി രൂപ എന്നുള്ള ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ശരിക്കും ഈ ഒരു കാലയളവിൽ ടോട്ടലി നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം 27 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി 73 ലക്ഷം രൂപ എന്നുള്ളത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ ആയിരിക്കും. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ പവർ ഓഫ് കോമ്പൗണ്ടിംഗ് ആണ്. ഈ 15 വർഷത്തോളം നമ്മൾ തുടർച്ചയായി നമ്മളൊരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി 15,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റിട്ടേൺ, നമ്മളെ ഫണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കോടി കഴിയും. ഏതൊരാളെ സംബന്ധിച്ചും ഏവറേജ് 40 അല്ലെങ്കിൽ 50,000 രൂപയൊക്കെ സാലറി ലഭിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും ഈ ഒരു 15,000 രൂപ എന്നുള്ളത് സുഖമായിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ ഈ ഒരു ടാർഗറ്റിലേക്കും കൂടി എത്താൻ വേണ്ടി പറ്റും.